ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ ഇത് തന്നെ ഒന്ന് കോപ്പി ചെയ്യാണ്, താഴെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ്. പ്രൊഫൈൽ എന്ന് എന്ത് വേണമെങ്കിൽ അടിക്കാം. ഈ ഒരു പ്രൊഫൈൽ ആയിരിക്കും നമ്മൾ ഇവിടെ വിളിക്കാൻ പോകുന്നത്. ഇവിടെ URLക്ക് ശേഷം നമ്മൾ അടിച്ച ആ ഒരു ലോക്കൽ URLക്ക് ശേഷം ഒരു സ്ലാഷ് ഇടാം. അതിനുശേഷം നമ്മൾ പ്രൊഫൈലാണ് വിളിക്കാൻ പോകുന്നത്. അത് വിളിച്ചാൽ നോട്ട് ഫൗണ്ട് എന്നാണ് വരുന്നത്. കാരണം എന്താ? നമ്മൾ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സേവ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മുടെ സെർവർ രണ്ടാമതും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം സെർവർക്ക് അറിയില്ല ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഡീബഗിങ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെർവർ ഒന്ന് ക്ലോസ് ചെയ്യുക, അതിനുവേണ്ടി Ctrl+C അടിക്കുക. അപ്പോൾ സെർവർ ക്ലോസ് ആവും. അതിനുശേഷം നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ അകത്ത്, അതായത് app.run ഇല്ല, അതിൻ്റെ അകത്ത് നമ്മൾ ഡീബഗ് എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ്. ഡീബഗ് ട്രൂ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റൻസ്, അതായത് എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റം വരും. അത് നമുക്ക് ആദ്യം ഒരു ഇറർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ഫംഗ്ഷന് 2 പ്രാവശ്യം ഒരേ പേര് കൊടുത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇറർ വന്നത്. ഇൻഡെക്സ്, അതുപോലെ തന്നെ ഇൻഡെക്സ് ആയിരുന്നു ഞാൻ ആദ്യം കൊടുത്തത്. ഞാൻ index.on ആക്കി മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടെർമിനൽ ഒന്ന് മിനിമൈസ് ചെയ്യുകയാണ് താഴോട്ട്. അപ്പോൾ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഫൈലിലേക്ക് ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹലോ വരും. കാരണം എന്താ? നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റൗട്ടിങ് ചെയ്തിട്ടുണ്ട്. റൗട്ടിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ HTML ഈ ഒരു URL സ്ലാഷിക്ക് ശേഷം ഇടുന്ന, അതായത് ഓരോ URL മാറുന്നതാണ് റൗട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഫൈൽ മാറ്റിയിട്ട് അക്കൗണ്ട് ഇടാണ്. അക്കൗണ്ടല്ല, ഇടാണ്. വെറുതെ സാമ്പിൾക്ക് വേണ്ടി ഇടാണ്. ഇവിടെ ഹലോ മാറ്റിയിട്ട് ഞാൻ ഹലോ റാഹിൽ എന്നിട്ടാണ് സേവ് ചെയ്താൽ മാത്രം മതി. സെർവർ രണ്ടാമത് റൺ ചെയ്യേണ്ട ആവശ്യമില്ല, റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെർവർക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്ന്. അത് ഓൾറെഡി ഡിറ്റക്ട് ചെയ്തിട്ട് രണ്ടാമത് പുതിയൊരു സെർവർ അത് റൺ ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ ഡീബഗ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ നോക്കാം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. ഞാനിത് റീസ്റ്റാർട്ട് ചെയ്താൽ നോട്ട് ഫൗണ്ട് വരും URL. കാരണം നമ്മൾ ഇവിടെ റൗട്ടിങ് ചെയ്തിട്ടില്ല. റൗട്ടിംഗ് എന്ന് പറയുന്നത് URL കൊടുക്കുന്ന ടെക്സ്റ്റിക്ക് അനുസരിച്ചിട്ട് എന്താണോ വരേണ്ടത് അതിനെയാണ് നമ്മൾ റൗട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് കൊടുത്താൽ ഹോം റൗട്ടിംഗ് ആണ്. ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഹോമിന് ശേഷം സ്ലാഷ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരണോ, അതായത് എന്ത് റിട്ടേൺ ചെയ്യണോ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ റൗട്ടിംഗ് എന്ന് പറയുന്നത്. ഇത്രയുള്ള റൗട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു URL ഇല്ല, പ്രൊഫൈൽ നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് ആണ്. അപ്പോൾ നമുക്കതിന് പ്രൊഫൈൽ മാറ്റിയിട്ട് കൊടുത്തു നോക്കാം. അതായത് അക്കൗണ്ട് എന്ന് കൊടുത്തു നോക്കാം. ഇവിടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് അവിടെ കൊടുത്തത്, ഹലോ റാഹിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്ത റിട്ടേൺ ചെയ്തത് എന്താണോ അത് തന്നെയാണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത്.